സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു എ.ആർ ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് എ.ആർ ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. എ.ആർ ട്രേഡേഴ്സ്, പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, എ.ആർ കോംപ്ലക്സ്. എവറസ്റ്റ് കീഴടക്കി ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പാലക്കാട്ടുകാരി. ഷൊർണൂർ കണിയം തിരുത്തിയിൽ ശ്രീഷയാണ് കഴിഞ്ഞ മാസം ആ വലിയ നേട്ടം സ്വന്തമാക്കിയത്. എവറസ്റ്റ് കീഴടക്കിയ രണ്ടാമത്തെ മലയാളി വനിത കൂടിയാണ് ഇവർ. ഏപ്രിൽ ആദ്യവാരത്തിലാണ് ശ്രീഷ എവറസ്റ്റ് ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചത്. 5300 മീറ്റർ ഉയരത്തിലുള്ള എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ നിന്നും 6900 മീറ്റർ ഉയരമുള്ള ലോബുചെ പർവ്വതം വരെയുള്ള ആദ്യഘട്ടം ഏപ്രിൽ 25-ന് പൂർത്തിയാക്കി. മെയ് 15-നാണ് എവറസ്റ്റ് കയറ്റം തുടങ്ങിയത്. പിറ്റേന്ന് 6400 മീറ്റർ ഉയരമുള്ള ക്യാമ്പ് 2-ലെത്തി. ഒരു ദിവസത്തെ വിശ്രമത്തിന് ശേഷം 18-ാം തീയതി വെറും 5.5 മണിക്കൂർ കൊണ്ട് 7100 മീറ്റർ ഉയരത്തിലുള്ള ക്യാമ്പ് 3-ലെത്തി. 19-ന് പുലർച്ചെ 3 മണിക്ക് 7920 മീറ്റർ ഉയരമുള്ള ക്യാമ്പ് 4-ലേക്കും അവിടെ നിന്ന് എവറസ്റ്റിന്റെ ഉയരങ്ങളിലേക്കുമുള്ള യാത്ര. അതിശക്തമായ ഹിമക്കാറ്റിൽ 11 മണിക്കൂർ നീണ്ട ആ കഠിനയാത്രയ്ക്കൊടുവിൽ മെയ് 20-ന് രാവിലെ 10:30-ന് ശ്രീഷ രവീന്ദ്രന്റെ കാൽപ്പാടുകൾ എവറസ്റ്റിന്റെ മുകളിൽ പതിഞ്ഞു. ഇന്ത്യയിലും നേപ്പാളിലുമായി 6000 മീറ്റർ ഉയരമുള്ള 7 കൊടുമുടികളും 7000 മീറ്റർ ഉയരമുള്ള 2 കൊടുമുടികളും ഉൾപ്പെടെ 15ഓളം ഹിമാലയൻ കൊടുമുടികൾ ശ്രീഷ കീഴടക്കി. ലോകത്തിലെ ഏറ്റവും വലിയ 15ഓളം കൊടുമുടികൾ കീഴടക്കിയ ഏക മലയാളിയാണ് ശ്രീഷ രവീന്ദ്രൻ. ജീവിതത്തിലെ ഏറ്റവും സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യമാണ് എനിക്ക് മലകയറ്റം. ഓരോ സാഹസിക യാത്ര കയറും തോറും ആത്മവിശ്വാസവും അടുത്ത ഉയരങ്ങൾ കീഴടക്കാനുള്ള പ്രചോദനവുമാണ് ലഭിക്കുന്നതെന്ന് ശ്രീഷ രവീന്ദ്രൻ പറഞ്ഞു. ഞാൻ ചെറുപ്പം തൊട്ട് എനിക്ക് സ്പോർട്സും അത്ലറ്റിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ്യൂറൻസ് സ്പോർട്ടാണ്. എൻ്റെ അച്ഛൻ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പ്രാവശ്യം ഞാൻ 15 ഇയേഴ്സ് ഓൾഡ് ആയിരുന്നപ്പോൾ ഞങ്ങൾ മണാലിയിൽ പോയി. അവിടുന്ന് തുടങ്ങിയതാണ് എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ്. കാരണം എനിക്ക് മണാലിയിൽ പോയപ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിൽ തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാശ്മീരിൽ പോയി. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊക്കെ തിരിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ട്രെക്കിംഗ് തുടങ്ങി. പിന്നെ ഞാൻ ട്രെക്ക് ചെയ്തപ്പോൾ ഞാൻ ബൂട്ട്സ് ആൻഡ് ക്രാമ്പോൺസിൻ്റെ ഓണറുണ്ട്, ഭരത് അമ്മിനി എന്ന് പറഞ്ഞിട്ട്. പുള്ളി ആന്ധ്രയിൽ നിന്നാണ്. അപ്പോൾ പുള്ളി ഒരു മൗണ്ടനിയറാണ്. ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന മൗണ്ടനിയേഴ്സിൽ ഒരാളാണ്. അങ്ങനെ അധികം ഇല്ല സൗത്ത് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നീ ടെക്നിക്കൽ മൗണ്ടനിയറിംഗ് തുടങ്ങണം എന്ന്, കാരണം അതിന് നിനക്കുള്ള സ്കിൽസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൗണ്ടനിയറിംഗ് തുടങ്ങിയത്. പിന്നെ അത് ഒരു 7-8 വർഷമായി മൗണ്ടനിയറിംഗ് തുടങ്ങിയിട്ട്. അപ്പോൾ പുള്ളിയാണ് എല്ലാ ക്ലൈംബും എൻ്റെ ഡിസൈഡ് ചെയ്യുക. എന്നെ മെൻറ്റർ ചെയ്ത് തീർത്തതൊക്കെ പുള്ളിയാണ്. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് 2022 തൊട്ടിട്ട് പറയുക എവറസ്റ്റ് കയറണം. പക്ഷേ സ്പോൺസേഴ്സിനൊന്നും ഇല്ലാത്തതുകൊണ്ട് 2025 വരെ ഡിലേ ആയി. സോ അങ്ങനെയാണ് എവറസ്റ്റ് കയറണം എന്നുള്ള ആ ഒരു തോന്നുന്നത്. പുള്ളിയാണ് എനിക്ക് ആ കോൺഫിഡൻസ് എല്ലാം തന്നെ, നിനക്ക് ചെയ്യാൻ പറ്റും, നീ അതിനുള്ള സ്കില്ലുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ബാംഗ്ലൂരുവിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ ശ്രീഷ നർത്തകി കൂടിയാണ്. ഭരതനാട്യത്തിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയുമാണ് ഇവർ. US-ൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ജയറാം നായരാണ് ഭർത്താവ്. തായ്ക്വാണ്ടോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ ജേതാവ് 12 വയസ്സുകാരൻ നിരഞ്ജനാണ് മകൻ. ജോലിയുടെ തിരക്കുകൾക്കൊപ്പം ഒരമ്മയുടെ ഉത്തരവാദിത്തങ്ങളും പർവ്വതാരോഹണത്തിന്റെ ആവേശവും ഒരുപോലെ കൊണ്ടുപോകാൻ ശ്രീഷയ്ക്ക് കഴിയുന്നു. സപ്പോർട്ട് അവളുടെ പ്രിപ്പറേഷൻ ആണ്. അവള് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് അവൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടന്നു. അപ്പോൾ ഒരു 3 മണിക്കൂർ ജിമ്മിലൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പം നോർമലി ഒരാൾക്കാർക്ക് അത്രയും മണിക്കൂർ അത്രയും ഡിസിപ്ലിനോടെ എല്ലാ ദിവസവും ജിമ്മിലേക്ക് പോവുക, പിന്നെ വർക്കൗട്ട് ചെയ്യുക, അത് നമുക്ക് അപ്പോൾ അതിൻ്റെ ഒരു എൻകറേജ്മെന്റ് എപ്പോഴും ഉണ്ടാവുന്നു എൻ്റെ അടുത്ത്. പിന്നെ അവൾക്ക് അതിനുള്ള ഒരു ഫിസിക്കൽ സ്റ്റാമിനയും ഒരു മെന്റൽ എനർജി ഉണ്ട്. അപ്പോൾ അതിന് അവൾക്ക് പിന്നെ അത്രയും കാലം അവൾ ആ ഡ്രീം ഒന്ന് അവളുടെ മൈൻഡിൽ ക്യാരി ചെയ്ത് നടന്നതാണ്, എനിക്ക് എവറസ്റ്റ് കയറണം എന്ന്. അപ്പോൾ അത് എന്തായാലും സാധിച്ചു കൊടുക്കണമായിരുന്നു. അവള് അത് അച്ചീവ് ചെയ്യണം ആ ഡ്രീം, അതായിരുന്നു അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിനുള്ള എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അത് ചെയ്ത് കൊടുക്കാൻ പറ്റിയതൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ ഹെൽപ്പൊക്കെ ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ഹെൽപ്പാണ്. പക്ഷെ അവൾക്കാണ് മേജർ ആ ഉള്ളിൽ നിന്ന് ഒരു എനർജിയും നമുക്ക് കയറാനുള്ള ഒരു മോട്ടിവേഷൻ അത് അവൾ തന്നെ കണ്ടെത്തിയതാണ്. നമുക്ക് പിന്നെ വെറും അത് നിന്നിട്ട് അവളെ ചിയർ ചെയ്യാൻ എനിക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യം അത് മാത്രമാണ്. അപ്പൊ ചിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എല്ലാം സപ്പോർട്ട് ഉണ്ട്. ഇനി ഫ്യൂച്ചറിൽ അവൾക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞാൽ അതിന് സപ്പോർട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ന്യൂസ് ഡെസ്ക് CCV.